മുഗളൈ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കന് വേണ്ടുന്ന ചേരുവകളും അതിൻ്റെ പ്രിപ്പറേഷൻസും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് പച്ചമുളകാണ് വേണ്ടത്. 2 പച്ചമുളക് ഞാൻ നടുവേ പിളർന്നിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മല്ലിയിലയുടെ തണ്ടുണ്ടല്ലോ, തണ്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര്, നല്ലപോലെ ബീറ്റ് ചെയ്ത തൈരാണ്, അത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾ പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മല്ലിപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തവി കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉള്ളിയാണ്, ഒനിയൻ, സവോള ഉള്ളിയാണ്. സവോള ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു 4 ഒനിയനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കത് ഒരു ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാ മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളികളൊക്കെ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. തീ ഒട്ടും കൂട്ടി വെക്കരുത്. തീ മീഡിയം തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കരിഞ്ഞു പോയത് ഒത്തിരി നമ്മളിത് കരിക്കാൻ പാടില്ല. ഇത് ഞാനിപ്പം ഫ്രൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഫ്രൈ ചെയ്തത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തത് നന്നായി ഇത് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് മുഗളൈ ചിക്കൻ ചേർക്കേണ്ട മസാല കൂടെ നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഇതിൻ്റെ എല്ലാ ചേരുവകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അത് നോക്കിയാൽ മതി. ഞാനത് ഒരു പാത്രത്തിലേക്കിട്ട് ചൂടായതിന് ശേഷം മിക്സി ഗ്രൈൻഡറിലിട്ട് ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് 1 ഇഞ്ച് നീളത്തിലുള്ള സിന്നമൺ സ്റ്റിക്കും ഒരു ബേലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് പതുക്കെ ചെറിയ തീയിൽ, ഒരു മീഡിയം തീയിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. ചിക്കൻ ഫുള്ള് തീയിലിട്ടത് വേവിക്കരുത്, പതുക്കെ വേണം വേവിക്കാൻ, ധൃതി വയ്ക്കാൻ പാടില്ല. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പതുക്കെ നമുക്കിത് വേവിച്ചെടുക്കാം. തൈര് എടുക്കുമ്പോൾ നമ്മൾ തൈരിന് ഒത്തിരി പുളിയുള്ള തൈര് എടുക്കരുത്, നല്ല പുളി കുറഞ്ഞിട്ടുള്ള തൈര് വേണം എടുക്കാനായിട്ട്. പുളി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പതുക്കെ ചെറിയ തീയിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. 10-15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്, എപ്പോഴും തുറന്ന് നോക്കരുത്. പതുക്കെ ചെറുതീയിലിരുന്ന് വേവുന്നത് കൊണ്ട് പതുക്കെ തന്നെ ഇരുന്ന് വേവട്ടെ. അത് നമ്മൾ എപ്പോഴും തുറന്ന് നോക്കരുത്. 10 മിനിറ്റ് ഞാനിവിടെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കി. ഇത് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. വെള്ളം ഞാൻ ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ, പച്ചവെള്ളമല്ല. ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം ആണ്, ചൂടാക്കിയ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അത് 1 കപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 5-10 മിനിറ്റ് ശേഷത്തിന് ചിക്കൻ അത് വേകുന്നത് വരെ നമുക്ക് പതുക്കെ ഇത് വേവിച്ചെടുക്കാമേ. ഇവിടെ ഇപ്പം ഏകദേശം ചിക്കൻ വെന്തിട്ടുണ്ട്. ചിക്കനൊക്കെ എല്ലാം വെന്ത് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്തേക്ക് കാഷ്യൂ നട്ട് വേണമെങ്കിൽ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ ഇല്ലാത്ത സിമ്പിൾ മുഗളൈ ചിക്കനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴിവിടെ കാഷ്യൂ നട്ട് അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ സമയത്ത് കസൂരി മേത്തി, നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മസാല ഉണ്ടല്ലോ, മുഗളൈ മസാല നമ്മൾ ഉണ്ടാക്കിയില്ല, പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. കസൂരി മേത്തി കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത്
ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സിമ്പിൾ മുഗളൈ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ റിലേറ്റീവ്സിലും ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്ക് ഗാർണിഷിംഗ് ആണ് വേണ്ടത്. ഇതിന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് എടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോഴേക്കും നമ്മുടെ ബദാം നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അല്പം ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തി, നാൻ, പൊറോട്ട ഇതിനൊക്കെ നല്ലൊരു കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്, നല്ലൊരു കറിയാണ്. അതുകൊണ്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി വേറൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.